എന്തുവാ കുഞ്ഞോ കുഞ്ഞോ വാ പാപ്പ തരാം വാ പാടി കുഞ്ഞോ കുഞ്ഞോ വിശക്കുന്നു മാമി പൊട്ടിച്ചേരാം എന്താ ഇത് പൊട്ടിക്കട്ടെ ഇഷ്ടപ്പെട്ടോ ചക്കര കാപ്പി ചായ ഇട്ട് കുടിച്ച് ചേച്ചിക്ക് വേണേ ഞാൻ കാപ്പി ഇട്ട് തരാം. ചായ കുടിക്കുവോ? ചായ ഉള്ള വല്ലതും കൂടെ പാലോ വല്ലതും തല ചൊറിയില്ലേ? അപ്പാമ്മയ്ക്ക് കൊടു അപ്പാമ്മയ്ക്ക് കൊടു വാ ഇറങ്ങ് ഇറങ്ങ് അപ്പാമ്മയ്ക്ക് കൊടു അപ്പാമ്മയ്ക്ക് കൊടുത്താട്ടെ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒക്കെ വരുന്ന ഉടനെ എടുത്തില്ലെങ്കിൽ പിന്നെ ഞാനങ്ങ് മറന്നു പോകും. നമ്മുടെ ഒരു ടോപ്പ് നമുക്ക് ഒരു കസ്റ്റമറിന് കൊടുക്കാൻ കൊണ്ടുപോയി. പക്ഷേ ഇതേ തന്നെ പുള്ളിക്കാരി വാങ്ങിച്ചായിരുന്നേ. അതിൻ്റെ കൂടെ കൊണ്ടുപോയതൊക്കെ എടുത്ത് പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അരി വാങ്ങിച്ചു. വെള്ളയരി തീർന്നു. ഇടയ്ക്ക് നമ്മൾ വെള്ളയരി വെക്കുമല്ലോ. പിന്നെ ഒരു പാക്കറ്റ് നൂഡിൽസും മോനുകുട്ടന് മോർക്ക് ഇഷ്ടമാണ്, അത് മേടിച്ചു. എനിക്ക് മൊണാക്കോ ഇഷ്ടമാണ്, അതുകൊണ്ട് അത് മേടിച്ചു. പിന്നെ ഇന്ന് ഒരു പാക്കറ്റ് പാലും മേടിച്ചു. ഒരു പാക്കറ്റ് വിരിപ്പോളം. ഇന്ന് പിന്നെ അടുക്കളയിലെ പണികളെന്ന് പറയാൻ ചോറ് അരി തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്, വെന്ത് കാണും. പിന്നെ ഇന്നലെ മീൻ മേടിച്ചെന്ന് പറഞ്ഞാൽ അത് വറുത്ത് കഴിച്ചപ്പോൾ നല്ല രുചി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൂപ്പനോട് പറഞ്ഞ് കറി വെക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവളത് വറക്കാൻ പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അത് വറക്കാമെന്ന് വിചാരിച്ചു. പിന്നെ രസവും തോരനൊക്കെ ഇരിക്കും. ഇന്ന് അത് മതി. ഇന്ന് റെസ്റ്റാട്ടോ. മോനുകുട്ടൻ ട്യൂഷന് പോയേക്കുന്നു. പോയി വിളിച്ചിട്ട് വരാം. എന്താ പറയുക, കുറേ ദിവസമായിട്ട് ഞാൻ എൻ്റെ പ്രിയങ്ങളോട് പറയുന്നുണ്ട് കമൻറ്റ് വായിക്കാം, സ്നേഹം പങ്കുവെക്കാമെന്നൊക്കെ. പക്ഷെ പറ്റുന്നില്ല. ഇന്ന് പറ്റുവാണെങ്കിൽ നോക്കട്ടെ കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ പറ്റുവാണെങ്കിൽ. കാരണം അന്നേരം നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരും, അല്ലെ ആരെങ്കിലും ഒക്കെ ഇങ്ങോട്ട് വരും. ആ ബഹളത്തിൻ്റെ ഇടയ്ക്ക് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പലപ്പോഴും മാറ്റി വെക്കുന്നത്. പിന്നെന്താണ്, നാളെ എൻ്റെ മുത്തിൻ്റെ പിറന്നാളാണ്. അപ്പോൾ ഈ വീഡിയോ വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ഷോർട്ട് വീഡിയോ ഒക്കെ വരും. അപ്പം എൻ്റെ മുത്ത് എൻ്റെ അടുത്തില്ലാത്ത രണ്ടാമത്തെ പിറന്നാളാണിത്. ആദ്യത്തെ പിറന്നാൾ എൻ്റെ ആദ്യത്തെ കീമോയ്ക്ക് വേണ്ടി അവൻ്റെ 11ാമത്തെ പിറന്നാളിനാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ ആ ഒരു ദിവസം അവൻ എൻ്റെ അടുത്തില്ല. കീമോ കഴിഞ്ഞ് വന്ന് നമ്മൾ അങ്ങനെ കുഞ്ഞുങ്ങളുടെ അടുത്തൊന്നും പോകത്തില്ലല്ലോ. വണ്ടിക്കകത്തിരുന്ന് ദാസിനകത്തോടാണ് ഞാൻ അവനെ കണ്ടത്. ഹോസ്റ്റലിൽ പോയാണ് കണ്ടത്. എല്ലാ വർഷവും എനിക്ക് ആ പിറന്നാൾ വരുമ്പോൾ എനിക്ക് ആ ഒരു ഓർമ്മ വരും. അത് സ്വാഭാവികമായിട്ട് നമ്മൾ ഓർക്കാതിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ എന്താ പറയുക, സ്നേഹിച്ച് ലാളിച്ച് ചേർത്ത് പിടിച്ച് വളർത്തുന്ന കുഞ്ഞുങ്ങൾ. നമ്മളിപ്പം അവരെ എവിടെയെങ്കിലും ആക്കിയിട്ട് അവിടുത്തെ ജോലിക്ക് പോവോ
അല്ലെങ്കിൽ അവരെ ഹോസ്റ്റലിലാക്കി വളർത്തുക, അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ കുറച്ചുകൂടെ ഒരു എന്താ ഒന്ന് പിടിച്ചു നിൽക്കാനുള്ള ഒരു ബലം കാണും. ഈ പിറന്നാളിനടുത്തില്ല എന്നുള്ള അവര് ശീലിച്ച കാര്യമാണ്. എല്ലാ വർഷവും കുഞ്ഞുങ്ങളോടൊപ്പം അവർക്ക് പിറന്നാൾ ഒരുങ്ങാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല, ജോലി ചെയ്യുന്നവരോ അങ്ങനെയൊക്കെ ഉള്ളവർ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അവൻ ജനിക്കുമ്പോൾ എനിക്കൊരു കൂട്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. എൻ്റെ മകൻ എന്നതിനേക്കാളും എനിക്കൊരു കൂട്ട്, എനിക്ക് സങ്കടം പറയാനും സന്തോഷം പറയാനും ഒക്കെ എനിക്കൊരാളുണ്ട്, എൻ്റെ കൂടെ എവിടെയെങ്കിലും പോകാനും വരാനും ഒക്കെ എനിക്കൊരാളുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ. അത് എത്ര പേര് അങ്ങനെ ആ രീതിയിൽ സ്വന്തം മക്കളെ ആ രീതിയിൽ പ്രതീക്ഷിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ എനിക്ക് അങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനെ അവൻ ജനിച്ച് പിന്നെ എൻ്റെ ലോകം എന്ന് പറയുന്നത് അവനായിരുന്നു. ഒരുപാട് കുറ്റപ്പെടുത്തലുകളും വേദനകളും ഒക്കെ അതിൻ്റെ പേരിൽ അനുഭവിച്ചിട്ടുണ്ട്. കുഞ്ഞിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, കുഞ്ഞിന് വേണ്ടിയിട്ട് മാത്രം ജീവിക്കുകയാണ്, ഇങ്ങനെയാണ് കേട്ടോ. പക്ഷെ ഞാൻ ഒന്ന് കണ്ണു തെറ്റിയാൽ അവൻ എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ വരുത്തുമായിരുന്നു, അവനെന്തെങ്കിലുമൊക്കെ മുറിവുകൾ പറ്റുമായിരുന്നു. അതെനിക്ക് എൻ്റെ ഹൃദയം മുറിഞ്ഞു പോകുന്ന പോലെയാണ് അവൻ്റെ കയ്യോ കാലൊക്കെ മുറിയുമ്പോൾ എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ അതുകൊണ്ട് അവൻ്റെ പുറകെ ഇങ്ങനെ നടക്കും. എങ്ങോട്ടും ഞാൻ അവനെ തനിച്ചെങ്ങോട്ടും വിടാൻ എനിക്ക് പേടിയാണ്. എൻ്റെ കുഞ്ഞിനെന്തോ ആപത്ത് വരും എന്നുള്ള ചിന്തയാണ്. അപ്പം അങ്ങനെ അങ്ങ് ആയിപ്പോയി ഞാൻ. അപ്പം അവൻ മാത്രമായിട്ടൊരു ലോകം, അതിൽ കുറേ സന്തോഷങ്ങൾ. പിന്നെ അവനെ സ്കൂളിൽ ചേർത്തപ്പോൾ ഉണ്ടായ കുറേ മാനസിക പ്രയാസങ്ങൾ. സ്കൂളിൽ അവനൊരു വലിയൊരു എന്താ പറയുന്നത്, ഒരു പ്രശ്നക്കാരനായിട്ട് ചിത്രീകരിക്കപ്പെടുന്നു. അവിടെ അവനെ മാറ്റി നിർത്തുമ്പോൾ എനിക്ക് എൻ്റെ വിഷമങ്ങൾ, ഒരു തെറ്റും ചെയ്തില്ലെങ്കിൽ പോലും പലപ്പോഴും അവനാണ് തെറ്റുകാരൻ എന്ന് പറഞ്ഞ ആൾക്കാർ വരെയുണ്ട്. അപ്പോൾ അപ്പോഴൊക്കെ എനിക്ക് മാത്രമേ അവനെ ചേർത്ത് പിടിക്കാൻ പറ്റുള്ളൂ അല്ലേ. അങ്ങനെ ഞാനും അങ്ങനെ ഒരു ലോകത്ത് ജീവിച്ചിട്ടാണ് ഞങ്ങൾ ഒത്തിരി സന്തോഷത്തോടെയാണ് മോനുകുട്ടനുള്ള അവൻ്റെ ആദ്യത്തെ പിറന്നാള് ഒരുങ്ങാൻ കാത്തിരുന്നത്. ആ ഒരു പിറന്നാളിനാണ് എനിക്ക് ഇത്രയേറെ വലിയൊരു സങ്കടം ദൈവം കാത്തു വെച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ ഹൃദയം നുറങ്ങുന്ന ഒരു ഓർമ്മയാണ് അവൻ്റെ 11ാമത്തെ പിറന്നാൾ. അതിൽ പിന്നെ ഇങ്ങോട്ടുള്ള എല്ലാ പിറന്നാളും നല്ല സന്തോഷത്തോട് ഒരുങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ. ഒന്നും കുറയ്ക്കണ്ട, എല്ലാ സന്തോഷങ്ങളും അവന് നൽകിക്കൊണ്ടുള്ള പിറന്നാളുകളായിരിക്കണം ഇനിയും ഞാൻ അന്നേ തീരുമാനിച്ചതാട്ടോ. അപ്പം ചിലപ്പോഴൊക്കെ ഞാൻ കേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് കേക്ക് മുറിക്കാൻ വിളിക്കുമ്പോൾ പലരും മാറി നിന്നിട്ടുണ്ട്. എൻ്റെ ആവശ്യമില്ല, വീട്ടിലെന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്വരച്ചേർച്ചയില്ലായ്മയുടെ പേരിൽ കുഞ്ഞിൻ്റെ പിറന്നാൾ വരുമ്പം പോലും ഒരു സന്തോഷത്തോടെ അതിൽ പങ്കെടുക്കാതെ മാറി നിന്ന അവസരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്നാൽ പോലും ഞാൻ അവനൊരു സങ്കടം വരരുതെന്ന് വിചാരിച്ച് അതിനകത്ത് എല്ലാം മുൻകൈ എടുത്ത് നിന്ന ആളാണ് ഞാൻ. ഇനി എത്ര കാലം ജീവിച്ചാലും ഞാൻ എൻ്റെ കുഞ്ഞിൽ നിന്നും മാറി നിന്ന ആ ഒരു പിറന്നാളും, കാരണം അത്രയും നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു പിറന്നാളായിരുന്നു അത്. മുത്തിൻ്റെ 11ാമത്തെ പിറന്നാൾ എന്ന് പറയുന്നത് നമ്മൾ ആഘോഷിക്കണം എന്ന് വിചാരിച്ചിരുന്ന ഒരു പിറന്നാളാണ്. എല്ലാം പെട്ടെന്ന് ഈ വിധി എന്ന് പറയുന്നത് നമ്മൾ തീരുമാനിക്കുന്ന പോലെ അല്ലല്ലോ, പെട്ടെന്ന് തകിടം മറിഞ്ഞ് നേരെ വിപരീതമായ ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഉള്ളൊരു മാനസികാവസ്ഥയെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ അതൊന്നും ഓർത്ത് സങ്കടപ്പെടുകയൊന്നുമല്ല. അവിടെ നിന്നൊക്കെ എനിക്ക് ഇവിടെ വരെ കരകയറി വരാൻ പറ്റി. എൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം അവരുടെ ആഗ്രഹത്തിനൊത്ത് അവരെ പഠിപ്പിക്കാനും അവർക്ക് അവരുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ചെയ്തു കൊടുക്കാനും ഒക്കെ ദൈവം എനിക്ക് കരുത്ത് നൽകുന്നു. അതൊക്കെ വലിയ സന്തോഷമാണ് കേട്ടോ. പക്ഷെ അതൊക്കെ നമ്മളിലേക്ക് ചേർത്ത് വെച്ച ചില അനുഭവങ്ങളെ നമ്മൾ മറന്നു പോകാനും പറ്റില്ല. അതാണല്ലോ നമ്മളെ ഇത്രയും കരുത്തരാക്കിയത്. അതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പം ജനുവരി 24 എന്ന് പറയുന്നത് മോസ്റ്റ് മെമ്മറബിൾ ഡേ ആണ് എൻ്റെ ലൈഫിൽ. നാളെ എൻ്റെ മുത്തിൻ്റെ പിറന്നാളാണ്. എൻ്റെ പ്രിയങ്ങളൊക്കെ പ്രാർത്ഥിക്കുമെന്ന് എനിക്കറിയാം. കാരണം അവൻ്റെ എന്ത് വിശേഷങ്ങൾ, അവൻ്റെ നല്ല മോനിക്കുട്ടൻ്റെ വിശേഷങ്ങൾ പറയുമ്പോഴാണെങ്കിലും പ്രാർത്ഥിക്കാം എന്ന് പറയുന്ന ഒരുപാട് നല്ല മനസ്സുകളുണ്ട് കേട്ടോ. അതൊക്കെ എനിക്കറിയാം. അപ്പം ഞാൻ കുളിച്ച് ജപിച്ചിട്ട് മോനിക്കുട്ടനെ വിളിച്ചിട്ട് വരാം കേട്ടോ. മോനിക്കുട്ടനെ ട്യൂഷനിൽ നിന്ന് വിളിച്ച് അങ്ങോട്ട് കൊണ്ടുവന്ന്, ഞാൻ പറഞ്ഞില്ലേ അവിടെ ചെന്നാൽ പിന്നെ അവരെയും കൊണ്ടേ വരുവുള്ളേ. ഞാനിങ്ങോട്ട് പോരുന്നു. അപ്പോൾ എൻ്റെ പ്രിയങ്ങളുടെ കമൻറ്റുകൾ ചിലതൊക്കെ എനിക്ക് സമയമുള്ളപ്പോഴൊക്കെ വായിക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിൽ ചിലതൊക്കെ ഞാൻ വായിക്കാം കേട്ടോ. മാമിയൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, വരുമോയെന്നറിയത്തില്ല. എനിക്കിഷ്ടപ്പെട്ട ഞാൻ ഒരുപാട് യൂട്യൂബ് ചാനലുകളൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല കേട്ടോ.
അത്യാവശ്യം എന്നെപ്പോലുള്ള എനിക്ക് ഇഷ്ടം തോന്നുന്ന കുറച്ച് ചാനലുകളെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. അതിനകത്തൊന്ന് എൻ്റെ വാടക വീടാണ്, ഷംനയുടെ ചാനൽ. അപ്പം ഇടയ്ക്കൊക്കെ ഞാൻ വീഡിയോസൊക്കെ എനിക്ക് നോട്ടിഫിക്കേഷൻ വരും, ഞാൻ കാണാറൊക്കെ ഉണ്ട്. അപ്പം കഴിഞ്ഞ ഇടയ്ക്ക് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഷംന, എന്താ ഇത് ജാതി മതമൊക്കെ എപ്പോഴും ചോദിക്കുന്നതിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ വീഡിയോസ് കാണുന്ന ആരോ ആ കമൻറ്റ് കണ്ടിട്ട് നമുക്കില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ ജാതി മതമൊക്കെ ഈ മനുഷ്യന് എത്രയൊക്കെ അനുഭവങ്ങൾ വന്നാലും എന്താ പറയുന്നത്, അതൊക്കെ ഇങ്ങനെ ഭയങ്കര വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ വെച്ചുകൊണ്ടിരിക്കും. നമുക്കൊരു ആപത്ത് വന്നാൽ, നമുക്ക് ഒരു അപകടം പറ്റിയാൽ, നമുക്ക് വിശപ്പുണ്ടായാൽ നമ്മൾ ഈ ജാതി മതമൊക്കെ നോക്കുമോ? ഒരാൾ വിശന്നിരുന്നാൽ എവിടെ നിന്നായാലും, അത് ജാതിയോ മതമോ ഇന്ന ജാതിയിൽ നിന്നൊന്നുമില്ല, എവിടുന്നേലും ഇമ്മിണി ആഹാരം കിട്ടാൻ നോക്കിയിരിക്കും, കഴിക്കാൻ, വിശപ്പ് മാറ്റാൻ അല്ലേ. അന്നേരം ഈ ജാതി മതം ഒന്നും നോക്കത്തില്ല. അതുപോലെ ഒരു അപകടം പറ്റി, നമുക്ക് ഇത്തിരി ബ്ലഡ് അത്യാവശ്യമായിട്ട് വന്നു, നമ്മൾ ജാതി മതം നോക്കിയിരുന്ന പറ്റുമോ? അങ്ങനെ നോക്കുന്നവരുണ്ട്. നമ്മൾ കോവിഡിന്റെ സമയത്തൊക്കെ അങ്ങനെയുള്ള കുറച്ച് ന്യൂസൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഈ മനുഷ്യന്റെ അന്ധമായ മതവും ജാതിയും ഒക്കെ അന്ധമായിട്ട് വിശ്വസിക്കുന്നവരെ അങ്ങനെയുള്ള ഇതില് ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മളെങ്ങനെ ആയിക്കോട്ടെ, നമുക്കിപ്പോൾ നമ്മുടെ ജാതിയിലോ നമ്മുടെ മതത്തിലോ ഒക്കെ കുറച്ച് വിശ്വാസം കൂടുതലുണ്ടായാൽ തന്നെ നമ്മൾ മറ്റുള്ളവരെ അതിലേക്ക് എന്തിനാ വലിച്ചഴക്കുന്നത് അല്ലേ? നമുക്ക് വിശ്വാസമുള്ള രീതിയിൽ നമ്മൾ പോവുക, മറ്റുള്ളവരും അതേ രീതി പിന്തുടരണമെന്ന് വാശി പിടിക്കുന്നത് തെറ്റല്ലേ? അപ്പോൾ ജാതി മതവും എനിക്ക് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് ഷംന അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഓരോരുത്തർക്കും ഓരോ ശീലങ്ങളുണ്ട്. മറ്റുള്ളവരെ വെറുതെ വേദനിപ്പിക്കുക എന്നുള്ളത് ചിലർക്ക് ഭയങ്കര സന്തോഷം കിട്ടുന്ന കാര്യം. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അവരതിനെപ്പറ്റി കുത്തി നോവിച്ച് പറയുക എന്നുള്ളത് അവരുടെ ഒരു രീതിയാണ്. അപ്പോൾ നമ്മളത് എത്ര പറഞ്ഞാലും അവർ മാറ്റാനൊന്നും പോകുന്നില്ല. എന്താ പറയുന്നത്, ഓരോ വീഡിയോസിലും ഇപ്പം ഇപ്പം FB-ലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു നിരുപദ്രവകരമായ പാവം കുഞ്ഞുങ്ങളുടെ വീഡിയോസിൽ വരെ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഒന്നും അധികം ചിന്തിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതിൻ്റെയൊക്കെ പുറകെ പോയാൽ നമുക്ക് വേറെ ഒന്നിനും നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ വിട്ടുകളയേണ്ടി വരും. ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ ഒരാൾ കമന്റ് ഇട്ടു, ലക്ഷ്മി വേണുഗോപാൽ 6482 ആണ് കേട്ടോ. ജിൻസിയെ എല്ലാവരും എത്രയോ സ്നേഹിക്കുന്നു, ബട്ട് ജിൻസി ആർക്കും ഒരു റിപ്ലൈയും കൊടുക്കുന്നില്ലല്ലോ. അപ്പം അതിനകത്ത് ജോമോൾ ഉമ്മൻ കമന്റ് ഇട്ടിട്ടുണ്ട്. അതിന് മറുപടിയായിട്ട്, ഷീ ഈസ് സ്ട്രഗ്ലിംഗ് എ ലോട്ട് ടു മീറ്റ് ബോത്ത് ആൻഡ് ഷീ ഡസ് നോട്ട് ഹാവ് ടൈം, ഹെർ ഹെൽത്ത് ഈസ് ഓൾസോ എ ഫാക്ടർ, ഗോഡ് ബ്ലസ്. ഒരുപാട് സന്തോഷം. ഞാൻ ആദ്യം തൊട്ടുള്ള വീഡിയോസിലൊക്കെ പറയാറുണ്ട്, എൻ്റെ പ്രിയങ്ങളെല്ലാം എനിക്ക് ഒന്നുപോലെ പ്രിയപ്പെട്ടവർ തന്നെയാണ്. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഞാൻ അതിനൊക്കെ വലിയ സ്ഥാനം കൊടുക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് മറുപടി കൊടുക്കാനോ അതിനെല്ലാം എനിക്കത് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് അതിനുള്ള സമയവും സാവകാശവും ആരോഗ്യവും ഇല്ലാത്തത് കൊണ്ടാണെന്ന് ഞാൻ എപ്പോഴും എൻ്റെ പ്രിയങ്ങളോട് പറയാറുണ്ട്. നിങ്ങൾ ഓരോരുത്തരും എന്നെ എവിടെയൊക്കെയോ ഇരുന്ന് സ്നേഹിക്കുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ കഴിവ് കൊണ്ടോ എൻ്റെ മിടുക്ക് കൊണ്ടോ കിട്ടിയതല്ല. അതൊക്കെ ദൈവമായിട്ട് എന്നിലേക്ക് വരുത്തി വെച്ചിരിക്കുന്നതാണ്, എനിക്ക് ചേർത്ത് വെച്ച സൗഭാഗ്യങ്ങളായിട്ടാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ കരുതരുത് കേട്ടോ. നിങ്ങൾ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു അത്രയും തന്നെ എനിക്ക് ഹൃദയം നിറഞ്ഞ് നിങ്ങളോടെല്ലാം സ്നേഹമുണ്ട്. നിങ്ങൾ എന്നെ കാണുന്നുണ്ട്, പക്ഷെ എനിക്ക് നിങ്ങളെ ആരെയും അത്ര വ്യക്തിപരമായിട്ട് കാണാനോ അറിയാനോ പറ്റുന്നില്ല എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പം ഈ ആള് തന്നെ, ലക്ഷ്മി തന്നെ, അതിനൊരു കമന്റ് മറുപടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മനസ്സിലാക്കാം, എപ്പോഴെങ്കിലും അത്രയും സ്നേഹിക്കുന്നവർക്ക് ഒരു ഹായ് മാത്രമേ ചോദിച്ചുള്ളൂ. ആരും അല്ല സുഖത്തോടെ അല്ല കടന്നു പോകുന്നത്. അവർക്ക് എത്രയോ ആളുകൾ സപ്പോർട്ടിനുണ്ട്. തിരിച്ചത്ര ബിസി ആണെങ്കിലും ഒന്ന് ഓർക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. എത്ര ബിസി ആണെങ്കിലും ഓർക്കാതിരിക്കുകയല്ലല്ലോ, ഓർക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ കൈയുടെ പ്രശ്നം കൊണ്ട് എനിക്ക് ടൈപ്പ് ചെയ്യാൻ, ഞാൻ FB-ൽ പോസ്റ്റുകൾ എഴുതുന്നത് വായിക്കുന്ന ഒരു ടീച്ചർ എന്നെ കാണാൻ വന്നിരുന്നു എന്ന് പറഞ്ഞില്ലേ. ടീച്ചർ എന്നോട് ചോദിച്ചു, ഇപ്പം എന്താ FB-ൽ പോസ്റ്റുകളൊന്നും എഴുതാത്തതെന്ന്. എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. എൻ്റെ കൈ കൊണ്ട് എനിക്ക് ഒരു വീട്ടിലെ ജോലികൾ മാത്രമല്ല, ഞാൻ ഫാർമസിയിൽ ചെന്നാൽ എനിക്ക് ജോലിയുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഫോണിൽ വീഡിയോ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയൊരു പണിയല്ല അത് ചെയ്യുന്നവർക്കറിയാം. എനിക്ക് ലാപ്ടോപ്പില്ല, ഞാൻ ഈ ഫോണിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം എൻ്റെ ഈ ഒരു കൈയേ ഉള്ളൂ എനിക്ക് ആരോഗ്യമുള്ള കൈ എന്ന് പറയാം.
ഈ കൈ കൊണ്ട് എനിക്ക് കൈ ഒരു ഷോ മാത്രമാണ്. അപ്പോൾ ഈ കൈ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളെ പറ്റിയൊക്കെ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. അപ്പം ലക്ഷ്മി വേണുഗോപാൽ അത് പറഞ്ഞതിൽ എനിക്ക് സങ്കടമൊന്നുമില്ല. അത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും തോന്നുന്ന കാര്യമാണ്. പക്ഷെ എൻ്റെ അവസ്ഥ കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഒരിക്കലും ആരെയും മാറ്റി നിർത്തുകയോ മൈൻഡ് ചെയ്യാതിരിക്കുകയോ ഒന്നുമല്ല. എൻ്റെ അവസ്ഥ നിങ്ങൾ വിചാരിക്കുന്നതിലൊക്കെ ഒരുപാട്, നിങ്ങൾ വീഡിയോസിൽ കാണുന്നതിനേക്കാളും ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെയാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത്. എല്ലാവരും അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യങ്ങളെ എനിക്കറിയാൻ പറ്റുള്ളൂ, അല്ലേ? എന്നെ സംബന്ധിച്ചുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും തിരക്കുകളും ഒക്കെ ഉണ്ട്. എന്നാലും ഞാൻ എൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് എൻ്റെ ഒരു പാതി ശരീരം വെച്ച് എനിക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ജോലി ചെയ്ത് ജീവിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചിലപ്പോഴൊക്കെ ഞാൻ മാറി നിൽക്കാറുണ്ട്. എന്നാലും ഞാൻ അത്യാവശ്യം കാണുന്ന കമൻറ്റുകൾക്കൊക്കെ ലൈക്ക് കൊടുത്തു പോകുന്നുണ്ട്. പിന്നെ ചിലതൊക്കെ വളരെ ചുരുക്കം ചിലതിന് മറുപടിയൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ പൊതുവായിട്ട് ഇങ്ങനെ വീഡിയോസിൽ പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്നെ ആ രീതിയിൽ കണക്കാക്കരുത് കേട്ടോ. ഒരിക്കലും എനിക്കത് നിങ്ങളോടുള്ള ഒരു അവഗണനയായിട്ടൊന്നും നിങ്ങൾ കരുതരുത്. എൻ്റെ അവസ്ഥ മനസ്സിലാക്കുക എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. മനസ്സിലാക്കുന്നവർ കൂടെ നിൽക്കുക കേട്ടോ. പിന്നെ നമ്മുടെ പള്ളിപ്പെരുന്നാളിൻ്റെ റാസയൊക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒരുപാട് സന്തോഷം അറിയിക്കുന്നതിന് കേട്ടോ. പരിമലപ്പള്ളിയാണോ എന്ന് ആരാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇല്ല, നമ്മുടെ നാട്ടിലെ ഞങ്ങൾ കൂടി നടക്കുന്ന പള്ളിയാണത് കേട്ടോ. പരിമലപ്പള്ളിയല്ല. ഞാൻ ചെറുപ്പത്തിൽ എപ്പോഴോ പരിമലപ്പള്ളിയിലൊക്കെ പോയിട്ടുണ്ട്, പപ്പയുള്ള സമയത്ത്. അതിനുശേഷമൊന്നും ഞാൻ പരിമലയ്ക്ക് പോയിട്ടില്ല. പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇവിടെ നമ്മൾ കുരിശടിയിലൊക്കെ പോകാറുണ്ട് പരിമല തിരുമേനിയുടെ. നമ്മുടെ എല്ലാ വീഡിയോസിനും ഒരുപാട് സ്നേഹത്തോടെ കമൻ്റ് ഇടുന്ന ആളാണ് ബിന്ദു ചേച്ചി, കോഴിക്കോട് കേട്ടോ. ചേച്ചിയും റാസയൊക്കെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷവും ഭക്തിയും തോന്നിയെന്ന് പറഞ്ഞു. അതിലൊക്കെ ഒരുപാട് സന്തോഷം. മോനിക്കുട്ടൻ സ്വന്തമായിട്ട് വീഡിയോ എടുത്ത് എൻ്റെ പ്രിയങ്ങളൊക്കെ കണ്ടായിരുന്നു. പിന്നെ ഒരു ശോഭ വർഗീസ് കമൻ്റ് ഇട്ടിട്ടുണ്ട്, എവിടെയാണ് വീട്, എനിക്കൊന്ന് വന്ന് കാണണമെന്നുണ്ട്. യു ഇംപാർട്ട് സോ മച്ച് പോസിറ്റിവിറ്റി ആൻഡ് യുവർ ഇഷ്യൂസ്. എന്തോ എനിക്ക് മനസ്സിലായില്ല, ഞാൻ വായിച്ചത് തെറ്റാണോ എന്ന് അറിയത്തില്ല കേട്ടോ. എൻ്റെ വീട് പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിൽ കടമനിട്ടയാണ് ഞാൻ താമസിക്കുന്നത്. പത്തനംതിട്ടയിൽ എവിടെയെങ്കിലും ആണോ വീട് എങ്കിൽ നമുക്ക് പത്തനംതിട്ട വെച്ച് കാണാം കേട്ടോ. പിന്നെ ജാനിയമ്മച്ചിയുടെ, എൻ്റെ അമ്മയുടെ അമ്മ ജാനകി അമ്മ എന്നാ പേര്. ജാനകി അമ്മയുടെ പേരാണ് നമ്മുടെ ജാനിക്കുട്ടിക്ക് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ അന്ന് ജാനിയമ്മച്ചി വരുമ്പോൾ ഇത് അച്ചപ്പവും മുറുകുമൊക്കെ പൊടിച്ച് തിന്നുമെന്ന് പറഞ്ഞപ്പോൾ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതാണോ ജാനിക്കുട്ടിക്ക് ആ പേരിട്ടിരിക്കുന്നതെന്ന്. അത് കേട്ടോ. അവിടുത്തെ ഏറ്റവും ഇളയ ആളാണ് മാമൻ്റെ കൊച്ചുമോളല്ലേ, അവൾക്ക് ആ പേരിരിക്കട്ടെ എന്ന് വിചാരിച്ചു. നമ്മൾ ചെറുകോൽപ്പുഴ പോയപ്പം പാലത്തിലൊക്കെ നിന്നെടുത്ത വീഡിയോ ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടവരുണ്ട് കേട്ടോ. എല്ലാവരോടും സ്നേഹം. പിന്നെ വരദക്ഷിണ എന്നല്ലേ, അതെ, വരദക്ഷിണ ഇട്ടിരിക്കുന്ന ഒരു കമൻ്റാണ്. അമ്മക്കിളിയുടെ വീഡിയോയുടെ അവസാന ഫുഡ് കഴിക്കുന്ന പാർട്ട് ഉണ്ടല്ലോ, അത് ഓരോ ദിവസവും ഷോർട്ട് വീഡിയോ ആക്കി ഇട്ടിരുന്നെങ്കിൽ സൂപ്പറായേനെ. വീഡിയോയിൽ അമ്മക്കിളിയുടെ വിശേഷങ്ങൾക്കൊപ്പം തന്നെ കാണാൻ ഒത്തിരി ഇഷ്ടമുള്ള കാഴ്ചയാണത്. ഒരു കുഞ്ഞു സജഷൻ പറഞ്ഞതാണ്. ഒത്തിരി സ്നേഹത്തോടെ വരദക്ഷിണ തുമ്പി. നോക്കാട്ടോ. Please check your vitamin D, B12 and hemoglobin level. God bless you. Please take care. Thank you. വൈറ്റമിൻ ഡി ഒക്കെ ചെക്ക് ചെയ്യാറുണ്ട് പ്രിയങ്ങളെ. അതിനൊക്കെ മെഡിസിൻ എടുക്കുന്നുണ്ട് കേട്ടോ. മുത്തിൻ്റെ പരീക്ഷയുടെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. മുത്തിൻ്റെ പരീക്ഷ ഒരു സബ്ജക്റ്റ് ഇച്ചിരി പ്രയാസമായിരുന്നു. അതിനകത്ത് വലിയ വിഷമത്തിലൊക്കെ ഇരിക്കുകയാണ്. പിന്നെ ഇന്നത്തെ വിഷയം എളുപ്പമുള്ളതായിരുന്നു. ഫെബ്രുവരി 4-നാണ് ലാസ്റ്റ് എക്സാം. അതൊക്കെ കഴിഞ്ഞ് ലീവ് ഉണ്ടെങ്കിൽ മുത്ത് വരും. നമ്മളന്ന് പള്ളിയിൽ പോയപ്പം പ്രഭാഷണം കേട്ടപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ആൺമക്കളോട് പറഞ്ഞ് മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന പെൺകുട്ടി നമ്മളോടൊപ്പം തന്നെ സ്ഥാനം ജീവിതത്തിൽ കൊടുത്തിരിക്കണം എന്നുള്ളത് നമ്മുടെ ആൺമക്കളെ പറഞ്ഞ് മനസ്സിലാക്കണം. അത് അന്ന് അച്ഛൻ അവിടെ അങ്ങനെ പറഞ്ഞ കാര്യം ഞാൻ വീഡിയോയിൽ പറഞ്ഞായിരുന്നു.
അത് ഇഷ്ടപ്പെട്ട കുറച്ച് ആൾക്കാരൊക്കെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് സ്നേഹം. നമ്മൾ ഈ പെൺകുട്ടികളോട് അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ വേണം, ഇങ്ങനെ വേണം, നീ വേറൊരു വീട്ടിൽ പോകേണ്ടതാ, അവിടെ ജീവിക്കേണ്ടതാ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും. വേറെ ഒരാളോടൊപ്പം ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും. ഈ ആൺകുട്ടികളോടൊന്നും നമ്മളിതൊന്നും പറയാതെ. അവരോടും പറയണ്ടേ, നിങ്ങൾക്കൊരു ജീവിതം ഉള്ളതാണ്, നിങ്ങൾ അങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യണോ എന്ന് അവരോടും പറഞ്ഞ് മനസ്സിലാക്കേണ്ടതല്ലേ? ശരിയല്ലേ? പിന്നെ ഒരു കമന്റാണ്, സൂര്യ നിഖിലാണ് കമന്റ് ഇട്ടിരിക്കുന്നത്. ആരോടും ഒരു ദ്രോഹം പോലും ചെയ്യാതെ സഹജീവികളോട് സ്നേഹം മാത്രം, മാതാപിതാക്കളെ അനുസരിച്ച് ബഹുമാനിച്ച് ഒരു പാവം കുട്ടിയായി വളർന്ന് എനിക്ക് 17-ാം വയസ്സിൽ ക്യാൻസർ വന്നു. ഇപ്പോഴും ആ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 27 വയസ്സ്. ദൈവം തരുന്ന ആയുസ് വരെ ജീവിക്കണമെന്ന ആഗ്രഹം. ചിലരുടെ കാഴ്ചപ്പാടിൽ നമ്മൾ പാപം ചെയ്തവരാണെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന മാനസിക വേദന ക്യാൻസറിനേക്കാൾ ഭീകരമാണ്. അതൊക്കെ ആൾക്കാരുടെ തെറ്റിദ്ധാരണകളാണ്. പാപം ചെയ്തിട്ടാണ് അസുഖം വരുന്നതെന്നൊക്കെ. അതൊക്കെ പറയാനും വേദനിപ്പിക്കാനും ഒക്കെ ചുറ്റുപാടും ആൾക്കാർ പലരും കാണും. പക്ഷെ നമ്മളതൊന്നും മൈൻഡ് ചെയ്യരുത്. നമ്മൾ പാപം ചെയ്തിട്ടുണ്ടോ, നമ്മൾ ആരോടെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് അറിഞ്ഞൂടെ? ഇപ്പൊ തെറ്റ് ചെയ്തവരൊക്കെ എത്രയോ സുഭിക്ഷമായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. അപ്പൊ അതിനെന്താ? തെറ്റ് ചെയ്യാത്തവരൊക്കെ ചിലപ്പോൾ ശിക്ഷിക്കപ്പെട്ടേക്കാം. ആ കൂട്ടത്തിലാണ് നമ്മളും. അങ്ങനെയൊക്കെ കുത്തി നോവിക്കുന്ന മനുഷ്യർക്ക് അവർ അനുഭവങ്ങൾ വരുമ്പോഴേ അവർ ഇപ്പം നമ്മളിപ്പം നമ്മുടെ വിഷമങ്ങളോ വേദനകളോ വയ്യാഴിയൊക്കെ പറഞ്ഞാൽ കേട്ടോണ്ടിരിക്കുന്നവരൊന്നും അത് മനസ്സിലാക്കണമെന്നില്ല. അവർ കേട്ടോണ്ടിരിക്കുമായിരിക്കും, നമ്മളോടൊപ്പം അയ്യോ ഇങ്ങനെ പറയുമായിരിക്കും. പക്ഷെ അവരൊരിക്കലും അത് മനസ്സിലാക്കിയിട്ടല്ല പറയുന്നത്. ഒരിക്കലും ഒരു വ്യക്തിക്ക് മറ്റൊരാളുടെ വേദന മനസ്സിലാക്കാൻ കഴിയില്ല. അവരവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ അവരവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതൊന്നും നമ്മൾ ആരെയും ബോധിപ്പിക്കാൻ ശ്രമിക്കണ്ട. അതൊക്കെ വെറുതെ മണ്ടത്തരമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ കുറേ പേര് പറഞ്ഞു മോനുകുട്ടനും കുഞ്ഞോനും ഒരുപോലെ ഇരിക്കുവാണെന്ന്. വരുന്നുണ്ട് എല്ലാവരും. ഇനിയിപ്പോൾ വായും ബഹളവും ഒക്കെ ആയിരിക്കും. ഇനി ഒരു ദിവസം നമുക്ക് ബാക്കി കമന്റുകളൊക്കെ വായിക്കാം കേട്ടോ. എന്തുവാ മാക്കാച്ചിയോ? അതാരാ? പതുക്കെ ഇറങ്ങി വീഴും. പിള്ളേരെ ഇങ്ങനെ കിടന്ന് ഓടാതെ, ദൈവമേ. എഴുന്നേറ്റേ. മാമൻ വന്നില്ലേ? അല്ലയോട് വന്ന് കടയിൽ വന്നേച്ചില്ലേ? കുഞ്ഞാ നല്ല വെട്ടം ഉണ്ടോടി? കുഞ്ഞു വീഴല്ലേ, പിടിച്ചോ. ഞാനീ വീഴും. അതോട് ഒട്ടിച്ചു പോയി. നാളെ കുളിക്കുമ്പോ ഇളക്കി കളഞ്ഞാൽ മതി. കുഞ്ഞിനെ പിടിച്ചോ. ജാനിക്കുട്ടിയുടെ കാലല്ല എന്തുവാ? പിന്നെ ഒരു ഇച്ചിരി ഒന്ന് തൊലി പോയാൻ ഇപ്പൊ മൊത്തത്തിൽ അങ്ങ് വലിച്ചു കുറിച്ച് കെട്ടിയേക്ക് വാങ്ങലാം പെങ്ങളും. അത് ഇച്ചിരി അപ്പൊ പിന്നെ ഞാനായിട്ട് മാറ്റി വെക്കാൻ. മാമിക്ക് ചക്കരൂമ്മ തരാവോ? ചക്കരൂമ്മ തരാവോ? ചക്കരൂമ്മ തരാമോ? കുഞ്ഞ എല്ലാ സ്റ്റോക്കും കൊടുക്കുവാണോ കുഞ്ഞ? കുഞ്ഞോ
സ്റ്റോക്ക് എല്ലാം തീർന്നോ? അമ്മമ്മേന്റെ വരുന്നേ കുഞ്ഞോ എനിക്കൂടെ താ, അത്രേ എനിക്കൂടെ താ. ആ ശരി. ആ ചൊല്ലു ഞാനിമോളെ ചൊല്ലു. എന്തോ വേണ്ട വേണ്ട കഴിച്ചിട്ട് വരാം. പിന്നെ ഇവിടെ ആര് കഴിക്കും? അവിടെ ഒന്നുമില്ല, അവിടെ ഒന്നുമില്ല. ഞാൻ കഥ കടയ്ക്കും. നീ മറക്കട്ടെ, എല്ലാരും പോയി. നമുക്ക് ചോറ് ഇച്ചിരി താമസിച്ച് കാര്യം പറഞ്ഞ് അങ്ങനെ ഇരുന്ന്. മാമി ഒത്തിരി ദിവസമായില്ലേ വന്നിട്ട് ഇങ്ങോട്ടൊക്കെ. മോനിക്കുട്ടോ എന്നോട് പിണങ്ങിയിരിക്കും, അവരുടെ കൂടെ പോവാൻ സമ്മതിക്കാൻ. ഞാൻ ഈ എണ്ണ തച്ച് വീഴുന്നതാ പാടല്ലേ. തിരിച്ചിടട്ടെ, തിരിച്ചിട്ടില്ല അമ്മ. ഓനിക്കുട്ടൻ മീന് റെഡി ആയിട്ട് നിൽക്കുക. അല്ലല്ല കൊണ്ടുപോയി അമ്മിപ്പോ എടുക്കാനുള്ളതാണ്. അഴുക്കാക്കാതെ കൊണ്ടുപോയി. അല്ല പരിക്കാത്തിരുന്ന പെണ്ണിനൊക്കെ എടുത്തോണ്ട് വരുക. കൊണ്ടുപോയി ചെല്ല വാ, എനിക്ക് വിശക്കുന്നു. 8 മണിക്ക് മുമ്പേ കഴിച്ച് ശീലിച്ചത് കൊണ്ട് കുറച്ച് കഴിയുമ്പം ഇച്ചിരി താമസിച്ചാൽ മതി. വയറ് വിഷന്ന് എന്ത് പറഞ്ഞേ നിലവിളിക്കും. വാ കേട്ടോ. ചോറ് വിളമ്പാതാന്ന് രസം ഒഴിക്കുന്നേ. നമുക്ക് ചോറുണ്ണാം. ഇന്ന് വെള്ളയരിയാ കേട്ടോ. വെള്ളച്ചോറും രസവും കഴിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. രസം ഒഴിക്കട്ടെ. പിന്നെ നമ്മുടെ പർപ്പിൾ ക്യാബേജ്. മോനിക്കുട്ടന് രസവും പർപ്പിൾ ക്യാബേജും ഭയങ്കര ഇഷ്ടം കേട്ടോ. പിന്നെ ഇച്ചിരി തേങ്ങാ ചമ്മന്തി. മീൻ വറുത്തത്. അപ്പോൾ നമുക്ക് ചോറുണ്ണാം. നമുക്കിനി നാളെ കാണാം കേട്ടോ. എല്ലാവരോടും സ്നേഹവും സന്തോഷം. ആരും അങ്ങനെ പിണങ്ങരുത്, ആരെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറയരുത്. അവസ്ഥ മനസ്സിലാക്കി കൂടെ നിൽക്കാൻ എൻ്റെ പ്രിയങ്ങൾക്ക് കഴിയുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇടയ്ക്കൊക്കെ വീഡിയോയിൽ ഇത് പറഞ്ഞ് നിങ്ങളോട് എന്താ പറയുന്നത് സോറിയൊക്കെ പറയുന്നത്. എന്താ കമൻറ്റുകൾക്കെല്ലാം മറുപടി തരുന്നില്ല എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ നമ്മുടെ സാഹചര്യം അതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നാളെ കാണാം. ടാറ്റ, ഓക്കെ, ബൈ ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.